ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് തറവാട്ടിലാണ് കേട്ടോ. തറവാട്ടിൽ നിന്ന് അച്ചാച്ചൻ്റെ അമ്മമ്മയുടെയും ഓർമ്മ ദിവസമാണ്. ഇന്നേ ദിവസം എല്ലാവരും വരാറുണ്ട് കേട്ടോ. അച്ചാച്ചൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അങ്ങനെ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഒത്തുകൂടാറ്. ശരിക്കും എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത എല്ലാവരും കൂടി പൂവൊക്കെ ശരിയാക്കി അച്ഛൻ്റെ അമ്മമാരുടെ അവിടെ ഇടാനായിട്ട് പിന്നെ അകത്ത് പ്രാർത്ഥിക്കുന്നേ സമർപ്പിക്കാനായിട്ടുള്ള പൂവുകളൊക്കെ ശരിയാക്കി അപ്പോൾ ഷീനാൻ്റെയും അമ്മയും കൂടി വിളക്കൊക്കെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷെ ബീബിയാൻ്റെയും വല്ലങ്ങളും ഇല്ല, അവര് ബാംഗ്ലൂരാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. അച്ഛൻ, അമ്മയുണ്ട്, യമുനാൻ്റി, രാജി ചേച്ചി, വിഷാന്തി, പാപങ്ങള്, പിന്നെ സർളവല്യമ്മ, ബീനാൻ്റി, അനിലങ്കള്, കണ്ണചേട്ടൻ, സോമ ചേച്ചി, സൂര്യൻ, പിന്നെ ഷീനാൻ്റി, ഷാജങ്ങൾ, അവരൊക്കെ തറവാട്ടിലുള്ളത്. ഭാവബന്ധനോടു സത്യരൂപനാം ദേവനിൻ മണിമയാർന്ന കോവിലിൽ ഭാവനപ്രഭയിലും വിളക്കിത സാവധാനമടിയൻ ഉള്ളുത്തിനെ അല്പമെങ്കിലും സ്വൽപ്പതേരും തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമയിലെത്തണേ. സ്തേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുന്നി കോമളപ്രഭ വിളങ്ങണേ വിഭോ. മാറ്റി നിൻമുഖരസം മറച്ചതിൽ പോറ്റി പുൽകരുത് ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെ. അങ്ങനെ അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പൂ സമർപ്പിച്ച് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മമ്മയുടെയും അടക്കിയ സ്ഥലത്ത് പ്രാർത്ഥിച്ച് അവിടെയും പൂ സമർപ്പിച്ചു. ഈ പ്രാർത്ഥനകളിലൊക്കെ ബീബിയാൻ്റി ലൈവായിട്ട് പങ്കെടുക്കണ്ടായിട്ടോ. ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചൻ്റെ അമ്മയും നാരായണ മാസ്റ്ററും കമലാവതി അമ്മയും. അച്ചാച്ചൻ്റെ ഔദ്യോഗിക സേവന രംഗത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം ആത്മീക രംഗത്തേക്ക് പ്രവേശിച്ചത് 1995-ലാണ്. പ്രകാശാനന്ദ സ്വാമിയിൽ നിന്ന് ബ്രഹ്മചര്യവും ഗായത്രി ആശ്രമ മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളിൽ നിന്നും സന്യാസവും അച്ചാച്ചൻ സ്വീകരിച്ചിരുന്നു കേട്ടോ. കാറ്റും ആഴവും പോലെ ഞങ്ങൾ മായയും മഹിമയും അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിച്ചു കേട്ടോ. സദ്യ ഷീനാൻ്റിയുടെ വകയായിരുന്നു. ഷീനാൻ്റി എന്നിട്ട് ഞങ്ങളുടെ പൂലാൻ്റെ ഷെഫ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം നല്ല സന്തോഷത്തോടെ അവസാനിച്ചു. അങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ